മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷം ഉള്ള ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് എല്ലാ കാലത്തും സന്തോഷമായിട്ടിരിക്കാൻ ദൈവം നല്ലൊരു അവസരം കൂടെ തരുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയും. ഈ നിച്ചോ ട്രൂത്ത് എന്ന തക്കിയ ട്രൂപ്പിൻ്റെ അമരത്തിരിക്കുന്ന നിച്ചോ ട്രൂത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ആ ട്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള തക്കിയ ട്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള എം അക്ബറിൻ്റെ ട്രൂപ്പിലെ പുതിയ നായകനായ അൻവർ അബൂബക്കർ വന്ന് ഓരോ ദിവസം ഓരോന്നായിട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എനിക്കതിൽ വളരെ സന്തോഷമൊക്കെ ഉള്ളൂ. കാരണം എല്ലായിടത്തുനിന്നും തേഞ്ഞൊട്ടിയിട്ട് എവിടുന്നെങ്കിലും തേഞ്ഞൊട്ടാത്ത ഒരു സ്ഥലം അന്വേഷിച്ച് ഒരു നല്ലൊരു ഷെൽട്ടർ നോക്കി വന്ന ആളാണ്. പക്ഷെ എന്ത് ചെയ്യാം, പെട്ടുപോയി. അപ്പോൾ വന്നപ്പോൾ തന്നെ ആവർത്തന പുസ്തകം എടുത്തു. അതിൽ നിന്ന് മുഹമ്മദ് കള്ളപ്രവാചകനാന്ന് തെളിയിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് സുവിശേഷം ബൈബിളിൻ്റെ അകത്തൊന്ന് എടുത്തുകൊണ്ട് വന്നു. അവിടെയും പണി കിട്ടി. എന്ന് വേണ്ട, എവിടൊക്കെ തൊടുന്നുണ്ടോ അവിടെ മുഴുവനും എന്താണ് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുക. എവിടൊക്കെ തൊടുന്നുണ്ടോ അവിടെ എല്ലാം നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പം ഭാഗം 4 അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഈ എപ്പിസോഡ് നീണ്ടു പോകാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. അദ്ദേഹം ഒരു ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് 2-3 പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാൻ സാധിക്കും. ആദ്യമേ ഒരു വൈറ്റ് ഷർട്ട്, പിന്നീട് ഒരു ഷർട്ടിൽ തന്നെ 3-4 ഭാഗങ്ങൾ എടുത്തിട്ട് 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള ഓരോ ഭാഗങ്ങളായിട്ട് ഇവർ എന്ത് ചെയ്യുക, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ കണ്ടോ, 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, 4-ാം ഭാഗം, 5-ാം ഭാഗം, ഇങ്ങനെയൊക്കെ അവർ എഴുതി വിടുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു വീഡിയോ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെയും അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഞാനൊരു ഇസ്ലാം അല്ലാത്തതുകൊണ്ട് ഒരേ വീഡിയോയ്ക്ക് പിന്നെ മറുപടി പറയുക എന്നുള്ളതിൻ്റെ കാര്യമില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഓരോ ഭാഗത്തിനും ഇങ്ങനെ മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അൻവർ ഈ ഇസ്ലാമിൻ്റെ ലോകത്തുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കിയ ട്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള എം അക്ബർ മുതൽ ഇങ്ങോട്ട് ആ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കട്ടം വലിക്കാരൻ വരെ എല്ലാവരും ആരൊക്കെയുണ്ടോ അവരെല്ലാവരും കട്ടം വലിക്കുക, ഉയർത്തുക, ലൈറ്റ് അടിക്കുക എന്ന് വേണ്ട ഈ പ്രോഗ്രാമിന് ഈ ട്രൂപ്പിൻ്റെ തക്കിയ ട്രൂപ്പിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരെല്ലാവരും എവിടെ ചെന്ന് കഴിഞ്ഞാലും ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, യേശു ദൈവമല്ല, ബൈബിൾ ദൈവികമല്ല എന്നുള്ള പ്രസ്താവനകളെല്ലാം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്ത് പോകുമ്പോഴും അവർക്ക് അവസാനം തിരിച്ചു വന്നിട്ട് ഒരു കള്ളപ്രവാചകൻ ആരാണ്, നല്ല പ്രവാചകൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകം എടുത്ത് അവർ ഉയർത്തി. പക്ഷെ അതിലെ വാക്യങ്ങളൊക്കെ ഉയർത്തിയെങ്കിലും പണി 8ന്റെ പണി പോലെ 2 കാലിലും വെടിവെച്ചിട്ട് മുകളിലേക്ക് നോക്കി പടശോനേന്ന് വിളിക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ പൊന്നടാവേ, വല്ല കാര്യമുണ്ടോ? എത്രയോ ഇസ്ലാമിലെ സുഹൃത്തുക്കളുണ്ട്, എത്രയോ ഉസ്താക്കന്മാരുണ്ട്. അവരെന്തൊക്കെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അവർ ഫാത്തിഹ ചൊല്ലി ക്രൈസ്തവനെ യഹൂദനെയും പ്രാഗിക്കൊണ്ട് മൂലയ്ക്ക് മിണ്ടാതെ മാറിയിരിക്കല്ലായിരുന്നോ? നിങ്ങൾ എന്ത് ചെയ്തു? സ്റ്റേജും വലിച്ചു കെട്ടി, ഉള്ള ലോകം മുഴുവൻ സ്റ്റേജും വലിച്ചു കെട്ടി യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് യേശു ദൈവമാണെന്ന് തെളിയിച്ചു. ബൈബിള് ദൈവികമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പുസ്തകം ദൈവികമാണോ, അള്ളാഹു ഒരു ദൈവമാണോ എന്ന് തെളിയിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തേണ്ടി വന്നു. ശരിയല്ലേ? എന്താ അല്ലേ ജീവിതം? പിന്നെ ഒരു കാര്യം, അൻവറെ, എനിക്ക് അൻവറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലാതെ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൽ അൻവറിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം ബഹുദൈവ വിശ്വാസികൾ അടുത്ത് പോലും താമസിക്കുന്നവനെ ശുപാർശ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മുഹമ്മദിൻ്റെ അടിമയുഗത്തിൽ നിൽക്കുന്ന ആ ഒരു അടിമത്തത്തിൽ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് കേട്ടോ. കാരണം നിങ്ങൾ ഈ കാര്യങ്ങൾക്കേലും ബൈബിൾ വായിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ നിങ്ങൾ വായിക്കുകയും നിങ്ങളത് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നി. എന്തെക്കാളും പറയാനുള്ളത് ഒരു ആവർത്തിച്ച് ബൈബിൾ വാക്യത്തിലൂടെ തന്നെ പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം മുഹമ്മദിനെ തന്നെയാണല്ലോ നിങ്ങൾ തെളിയിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നന്നായി. എന്തെക്കാളും അൻവറിന് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള യേശുവിൻ്റെ ഉപദേശം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്.
കള്ളപ്രവാചകനെ തിരിച്ചറിയാൻ യേശുവിന്റെ ഉപദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കേട്ടോ. ആവർത്തിച്ചോ? ആവർത്തിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, സത്യം അറിഞ്ഞ ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞോ? ആവർത്തിക്കാൻ പറയാൻ ആവർത്തിക്ക്. അതിനൊന്നും ഒരു മടിയില്ല. നിങ്ങൾ ആവർത്തിച്ച് പറ. എന്തൊക്കെയാണെങ്കിലും കള്ളപ്രവാചകനെ തിരിച്ചറിയാൻ യേശുവിന്റെ ഉപദേശം ഒന്ന് എടുത്തല്ലോ. എനിക്കത് മതി. യേശുവിന്റെ ഉപദേശം ഇത് മാത്രമല്ല, ഒരുപാട് ഉപദേശം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. മനസ്സിലായോ? ആ ഉപദേശങ്ങളോടൊന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ ആവർത്തിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ആവർത്തിച്ച്. ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം വിട്ടില്ല അൻവറേ. അപ്പൊ നല്ലപോലെ കൊണ്ടുവല്ലേ. അത് വായിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലായി വന്നപ്പോഴത്തേനും സ്വന്തം പ്രവാചകനെ പറ്റിയാണ് പറയുന്നതെന്നുള്ള കാര്യം ബോധ്യം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതിനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ആവർത്തന പുസ്തകത്തിന്റെ അകത്തെയും മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്തെയും വാക്യങ്ങൾ ഇട്ടുകൊണ്ടാണ് ഇവർ ഈ 1, 2, 3, 4, 5 ഒക്കെ ഈ സ്റ്റേജ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ട്രൂപ്പാണ്, തക്കിയ ട്രൂപ്പ്. പല സ്റ്റേജിൽ കളിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഒരു നാടകം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ അമ്പലപ്പറമ്പിലും അല്ലെങ്കിൽ കോളേജ് എവിടെ ആണെങ്കിലും ആ ഒരു ട്രൂപ്പെല്ലാം അവതരിപ്പിക്കാൻ പറ്റും. നടന്മാർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഒന്ന് മാറുകയൊക്കെ ചെയ്യും, നടിമാർക്കൊക്കെ. ഇവര് ഈ ഒരു നായകൻ തന്നെ ഈ ട്രൂപ്പിന് വേണ്ടി 2 വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കട്ടെ, എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കാം. ഇനി ആദ്യമേ പറഞ്ഞതുപോലെയാണോ രണ്ടാമത് പറയുന്നത്? കാരണം തക്കിയ ട്രൂപ്പിന്റെ ആളാണേ. ഒന്ന് കേട്ടു നോക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ സാധിക്കുമോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിനു ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിനു നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ രൂപത്തിൽ മഹാനായ യേശുക്രിസ്തു പഠിപ്പിച്ച നന്മയുടെ ഫലങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കായ്ച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിയായ നിലക്ക് അപഗ്രഥിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അൻവറെ, ഇതിലെ അൻവറെ കഴിഞ്ഞ 2ാമത്തെ എപ്പിസോഡിലും ആദ്യത്തെ എപ്പിസോഡിലും ഒക്കെ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ഈ വാക്യം ശരിക്കും ഹൃദയത്തിൽ അൻവറിന്റെയും അംബറിന്റെ കൂട്ടരുടെയും ഉള്ളിൽ പതിച്ചെന്ന് തോന്നുന്നു. എന്താ വാക്യം എന്താ ഞാനൊന്ന് വായിച്ചേക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇതല്ലേ ആദ്യമേ നിങ്ങൾ ഈ കൊണ്ടുവന്നത്? ഈ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വന്നു. ഈ വാക്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ അന്നേ പറഞ്ഞു കള്ളപ്രവാചകനാണെന്ന്. മനസ്സിലായോ? ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് പിന്നെയും യേശുവിന്റെ ഉപദേശത്തെ സ്വീകരിക്കൂ എന്ന് വരുമ്പോഴത്തേനും കള്ളപ്രവാചകനെ സൂക്ഷിക്കാൻ അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇതൊക്കെ എത്രയോ സത്യമായ കാര്യമാണ്. യേശു ദൈവമാണെന്ന് യേശു ബൈബിളിനകത്ത് എവിടെയെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് വഴിതെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നടപ്പുണ്ട്. നിങ്ങളുടെ ഖുറാൻ്റെ അകത്ത് എവിടെയോ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കാണിച്ചു തരാമോ? ഒരായത്ത് കാണിച്ചു തരാമോ? കാണത്തില്ല. പക്ഷെ യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്ന അനേകം വാക്യങ്ങൾ ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിയിക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഈ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. കാരണം നിങ്ങൾക്ക് എന്ത് ചോദ്യം ആരോടും ചോദിക്കാം.
നിങ്ങൾക്ക് എന്തും ഏത് വേഷവും കെട്ടി എങ്ങനെ വേണേലും നിങ്ങൾക്ക് ആടാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കടിച്ചു കീറുന്ന ചെന്നായി എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? വാക്കുകളാലും പ്രവൃത്തിയാലും ഒക്കെ അനുഭവിച്ചവരൊക്കെ തന്നെയാണ് ഈ കേരളക്കരയിലുള്ളത്. അതുകൊണ്ട് അവരുടെ ഫലത്താൽ നിങ്ങളുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. കാരണം നിങ്ങളുടെ ഫലം എന്താണോ ആ ഫലം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാം. പിന്നെ മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുവാനോ ഇല്ല. നിങ്ങളിൽ നിന്ന് മുന്തിരിക്ക് ഗുണമായ ഒരു സാധനവും അത്തിപ്പഴത്തിന് ഗുണകരമായ ഒരു സാധനവും നിങ്ങളിൽ നിന്ന് ലോക ജനതയ്ക്ക് ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. ശരിയായിട്ടുള്ളവര് ക്രിസ്തുവിൽ നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കും. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ലോകത്തൊരു മനുഷ്യന് ആകാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ്, നിങ്ങളുടെ പ്രവാചകൻ എന്നുള്ളത് തന്നെയാണ്. അല്ലെ, ആ പ്രവാചകന്റെ പാത പിൻപറ്റുന്ന നിങ്ങൾക്ക് മുഹമ്മദിനെ പോലെ ആകാൻ പറ്റത്തില്ല. അതറിയാം. മുഹമ്മദിനേക്കാളും ധാർമ്മികതയും സമൂഹത്തിൽ മാന്യതയും ഇന്നത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. പക്ഷെ മുഹമ്മദിന് മാന്യത ഇന്നത്തെ മുസ്ലിങ്ങളെക്കാൾ താഴെയാണ്, മുകളിലല്ല. മനസ്സിലായോ? നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. ശരിയാണ്. കുന്നിൻ ചെരുവിലെ എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഖുറേഷികൾ തന്നെ വിളിച്ചിട്ടുണ്ട്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി ഇടും. ശരിയല്ലേ? അതുകൊണ്ട് ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ശരിയല്ലേ അൻവറെ? ഇപ്പൊ ഇത്രയും കേട്ടപ്പോ അൻവറിന് എന്താ പറയാനുള്ളത്? പറഞ്ഞു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയുടെ ഇരുണ്ട ചരിത്രത്തിൽ അന്നെന്താ അറേബ്യയിൽ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലായിരുന്നോ? ഇങ്ങനെ ഇരുണ്ടു പോകാൻ അറേബ്യയിൽ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലായിരുന്നോ? നിങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളുടെ ആൾക്കാർ എഴുതിയ പുസ്തകത്തിലാണ് പറയുന്നത് അന്ന് അറേബ്യയിൽ ഇരുണ്ട യുഗമായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു, പെൺകുട്ടികളെ കൊല്ലുന്ന കാലമായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യ ഖദീജ, എത്രയോ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ആരെല്ലാം കൊന്നോ? നിങ്ങൾ ഈ മുഹമ്മദിനൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി വെറുതെ കിടന്നുകൊണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമൊക്കെ അത് ചരിത്രകാരന്മാർ പോലും എടുത്ത് ദൂരെ കളഞ്ഞു. ഈ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടു പോകാൻ അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. സൂര്യൻ മറ്റേ സിംഹാസനത്തിന്റെ അടിയിൽ ചെളിക്കുണ്ടിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അറിഞ്ഞില്ല. സോറി. നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന നിങ്ങളുടെ സൂര്യൻ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ ചെളിക്കുണ്ടിൽ ഒളിഞ്ഞിരിക്കുകയാണല്ലോ. അത് ശരിയാണ്. മറന്നുപോയി. എന്തൊക്കെയാണെങ്കിലും പറയാം. ഇരുണ്ട് ആ ഇരുണ്ടത്ത് ഉരുണ്ടുരുണ്ട് പോകാതെ പറയാനുള്ളത് പറഞ്ഞിട്ട് അൻവർ പോയാൽ മതി. പറഞ്ഞു. മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും അടങ്ങുന്ന സകല സാമൂഹിക തിന്മയിലും മുങ്ങിക്കുളിച്ച ഒരു ജനതയെ എന്തുവാ? മദ്യത്തിലും വ്യഭിചാരത്തിലും സകല തിന്മയിലും മുങ്ങിക്കുളിച്ച ഒരു ജനതയോ? ആരാ ജനത? ഖുറേഷികളാണല്ലോ അല്ലേ? അത് ഞാൻ മറന്നുപോയി. കാരണം ഖുറേഷികളിലേക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഖുറേഷികൾക്ക് വേണ്ടി മാത്രം വന്നൊരു പ്രവാചകനാണല്ലോ. സോറി. അത് ഓക്കെ. മനസ്സിലായി. കാരണം ഞാനേ വായിച്ചു വന്നപ്പോഴത്തേനും അങ്ങനെ കണ്ടത്. അതുകൊണ്ട് ആ ജനത ഖുറേഷികൾ തന്നെയല്ലേ? അതെ. ഖുറേഷികൾ തന്നെയാണ്, വേറെ ആരുമില്ല. അൻവർ നിർത്തണ്ട, ഖുറേഷികളെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പടച്ച തമ്പുരാനെയും വിചാരണ നാളിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചപ്പോൾ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന ഒരൊറ്റ സൂക്തം മതിയായിരുന്നു അവർക്ക് അതിൽ നിന്നൊക്കെ വിരമിക്കാൻ. മനുഷ്യ ചരിത്രത്തിൽ സമാനമായിട്ടുള്ള ഒരു സംസ്കരണം എവിടെയും നമുക്ക് പരതിയാൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നിട്ട് അവര് ഈ മദ്യത്തിൽ നിന്നും വളരെ മോശമായിട്ടുള്ള പരിപാടിയിൽ നിന്നൊക്കെ അവര് വിരമിച്ചായിരുന്നോ? ഇല്ലല്ലേ? നിങ്ങൾ എന്തിനാ ഈ മുറിയായത്തിട്ട് കാണിക്കുന്നത്? മുഴുവനും ഇടുവാൻ പറയാം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ 91 ഒക്കെ അവസാനമല്ല, ഈ അവസാനം കൊണ്ടിട്ടിട്ട് കാര്യമില്ല. നമ്മൾ 91 90 ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് വായിക്കണം. ഇത് എങ്ങനെയാണെന്നറിയോ? അത് ഇങ്ങനെ വായിക്കണം. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛ
പ്രവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? ചോദ്യചിഹ്നമാണ്. ഒരുക്കമുണ്ടോ എന്ന്. ഉണ്ടോ? വിരമിച്ചോ അവര്? ഈ 91 അവസാനം എടുത്ത് നോക്കുമ്പോൾ ഈ 90 എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, 90 91 കൂടെ വേണ്ടേ? 90 നിന്ന് വേണ്ടേ തുടങ്ങാൻ? അപ്പൊ അതെന്താ അങ്ങോട്ട് ഒഴിവാക്കിയത്? ശരിയല്ലേ? അല്ല അൻവറ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അല്ല മുസ്ലിം ലോകം, നിങ്ങൾക്ക് ഈ പ്രശ്നം വെച്ച് നോക്കാനുള്ള ഈ ജ്യോതിഷ പരിപാടി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ ജ്യോതിഷമുണ്ട്, മനസ്സിലായോ? ഇസ്ലാമിൽ ജ്യോതിഷമുണ്ട്. ഇസ്ലാമിൽ ജ്യോതിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാവോ? ഇവർ ഈ പറയുന്ന കണക്കൊന്നുമല്ല. ഈ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, ഉണർത്തം, പൂയം, ആയില്യം എന്നൊക്കെ പറയുന്ന നാളുകളുണ്ടല്ലോ, അതിവർക്കുണ്ടെന്നേ. അതിവർക്കുണ്ട്. അതിന് മനസ്സിലാക്കണം എന്നാ പറയുന്നത്. നക്ഷത്രങ്ങൾ അറബിയിൽ 28 നക്ഷത്രങ്ങളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, ഉണർത്തം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാട, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അഭിജിത്ത്. അഭിജിത്ത് എന്ന് പറയുന്ന പത്തരാടം എന്ന് പറയുന്ന ഒരു 28 എണ്ണം ഉണ്ട്. മനസ്സിലായി ഇവർക്ക്? ആർക്ക്? മുസ്ലിങ്ങൾക്ക്. ദേ കണ്ടോ? ശർധീൻ, അശ്വതി, ബുധീൻ, ഭരണി, സുറയ്യ, കാർത്തിക. ഇങ്ങനൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടെന്നേ. ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അഭിജിത്ത്, പത്തരാടം. ഇനി രാശികളുണ്ട്. നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളാണ് ബുർജുകൾ. 12 ബുറൂജുകളുണ്ട്. നക്ഷത്രങ്ങൾ ബുറൂജുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന രീതിയിലും ആകൃതിയിലും കണക്കാക്കിയാണ് അവയ്ക്ക് നാമകരണം നൽകിയിരിക്കുന്നത്. അവ 12 എണ്ണമാണ്. ഹംല്, മേടം, സൗർ, ഇടവം. ഇനി എല്ലാ മാസവും വരുന്ന നക്സുകൾ. 3-ാം ദിവസം ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസം. 5 നൂഹ് കാട്ടിലായ ദിവസം. ഖാബീൽ ജനിച്ച ദിവസം. നബി മക്കൾ കൊല നടത്തിയ ദിവസം. 12 യൂസഫ് നബീനെ കിണറ്റിലെറിഞ്ഞ ദിവസം. 16 ഇബ്രാഹിം നബീനെ നമ്രൂദ് തീയിലെറിഞ്ഞ ദിവസം. മൂസാ നബീന്റെ സേന തോറ്റ ദിവസം. മുത്തു മുഹമ്മദ് നബിയുടെ പല്ല് ഷഹീദായ ദിവസം. എല്ലാ ദിവസത്തിന്റെയും ഒടുവിലത്തെ ബുധൻ. സൂര്യ നിസ്കാരക്കാത്തവന് അന്നേ ദിവസം നക്സ്. 16-ാം തീയതി എന്താണെന്നറിയാം സംഭവം? ഒരു മാസത്തിന്റെ 16-ാം തീയതി എല്ലാ മാസവും ഓർത്തു വെച്ചോണം. മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ പല്ല് ഷഹീദായ ദിവസമാണ്. പല്ല് രക്തസാക്ഷിയായ ദിവസം. എന്ത് കാര്യത്തിനാണാവോ ഒരു പിടുത്തവും ഇല്ല. പല്ലൊക്കെ ഷഹീദായാൽ ബാക്കിയുള്ള ഇഷ്ടം പോലെ പല്ല് പോകുന്നുണ്ടല്ലോ. ഇനി ഇത് ഞാൻ ഇറക്കിയ പുസ്തകമൊന്നുമല്ല കേട്ടോ. ഇതാണ് ഈ പുസ്തകം. ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലുള്ള പുസ്തകമാണ്. ഇസ്ലാമിക ജ്യോതിഷം, മനസ്സിലാത്ത് ഫാലി, ബുറൂജ്, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, രാശികൾ എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബഷീർ ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. 70 1000 കോപ്പി 3-ാം പതിപ്പൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവർ പറയുന്ന ഈ പരിപാടിയൊന്നും ഇവർക്കില്ലേ? ഇവർക്കുണ്ട്, ഉണ്ടെന്നേ. ഇനി ഈ മദ്യമൊക്കെ അങ്ങ് നിർത്തി എന്ന് പറഞ്ഞല്ലോ. ഖുറാൻ അവതരിപ്പിച്ച സമയത്ത് ഖുറാനിലൂടെ തന്നെ 90 91 ആയത്ത് വെച്ചുകൊണ്ട് അങ്ങ് നിർത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് മരിച്ച് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഹദീസിന്റെ അകത്ത് സത്യവിശ്വാസികളൊക്കെ മദ്യപിച്ചുകൊണ്ട് ഇമാമായിട്ട് നിന്നിട്ടുണ്ട്. അതറിയത്തില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. അലി ഇബ്നു അബി താലിബിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ റൌഫ് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി, ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങളെ അദ്ദേഹം മദ്യം കുടിപ്പിച്ചു. ലഹരി തലയ്ക്ക് പിടിക്കേ നമസ്കാരത്തിന് സമയമായി. അവർ എന്നെ ഇമാമായി മുന്നിൽ നിർത്തി. അപ്പോൾ ഞാൻ ഓതി, സത്യനിഷേധികളെ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നു. അപ്പോൾ അള്ളാഹു ഈ സൂക്തം അവതരിപ്പിച്ചു, സത്യവിശ്വാസികളെ, പറയുന്നത് എന്തെന്ന് അറിയാൻ കഴിയാത്ത വിധം
ലഹരി ബാധിതനായിരിക്കെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. മദ്യം കുടിപ്പിച്ചു. എന്തുവാ അബൂ താലിബ് അബ്ദുൾ റഹ്മാൻ ഇബ്നു റൌഫ് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം മദ്യം കുടിപ്പിച്ചു. ലഹരി തലയ്ക്ക് പിടിച്ചിരിക്കെ നമസ്കാരത്തിന് സമയമായി. അന്നേരം ഇപ്പൊ ഇവർ ഇസ്ലാമിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ലഹരി പിടിച്ചിരിക്കാൻ നമസ്കാരത്തിന് സമയമായപ്പോൾ എന്ത് ചെയ്തു? എന്നെ ഇമാമായിട്ട് മുന്നിൽ നിർത്തി. ആരെ? ഈ മദ്യം അടിച്ചിരിക്കുന്നവനെ, പൂക്കുറ്റിയായിട്ടിരിക്കുന്ന ആളിനെ ഇമാമായിട്ട് നിർത്തി. എന്നിട്ട് ഇത് നടത്തിയപ്പോഴാണ് പറഞ്ഞത്, സത്യവിശ്വാസികളെ, പറയുന്നത് എന്തെന്ന് അറിയാൻ കഴിയാത്ത വിധം ലഹരി ബാധിതനായിരിക്കാൻ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് പൂക്കുറ്റിയായിട്ട് നാവൊക്കെ കുഴയുന്ന രീതിയിൽ വന്നിരുന്നുണ്ട് നമസ്കരിക്കരുതെന്ന്. കാലുറക്കത്തില്ല, ചിലപ്പോൾ വായിന്ന് വീഴുന്നെല്ലാം മാറിപ്പോകും. കാരണം എന്താ? അവിടെ ഈ അടിച്ചു പൂക്കുറ്റിയായിട്ട് ഇന്ന് ഈ ഇദ്ദേഹം പറഞ്ഞെന്താ അറിയാം? സത്യനിഷേധികളെ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴത്തേനുമാണ് ഈ സൂക്തം ഇറങ്ങിയത്. ശരിയല്ലേ? ഇനി വേറെയോ, ഈ പള്ളി ഷഹീദായതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം? അത് ഒരു ചരിത്രമാണ്. ദൈവം അനുവദിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഇനി വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. അബ്ദുൾ മുത്തലിബ് എന്ന് പറയുന്ന ആളുണ്ട്. കള്ളുകുടിയനായിരുന്നു, കള്ളുകുടിക്കുമായിരുന്നു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അലി നിവേദനം: ബദർ ദിവസം ഗനീമത്ത് സ്വത്തിൽ നിന്നും നബിയുടെ കൂടെ എനിക്കൊരു ഒട്ടകത്തെ കിട്ടി. റസൂൽ വേറെ ഒരു ഒട്ടകത്തെയും എനിക്ക് തന്നു. അൻസാരികളിൽപ്പെട്ട ഒരാളുടെ വീടിനരികിൽ നിന്നും വിൽക്കാനുള്ള പുല്ല് കയറ്റാൻ വേണ്ടി അവ രണ്ടിനെയും ഞാൻ മുട്ടുകുത്തിച്ചു നിർത്തി. ഫാത്തിമയുടെ വലീമത്തിന് ഞാൻ സഹായം ആവശ്യപ്പെട്ടിരുന്ന ബനു ഖൈനുഖയിൽപ്പെട്ട ഒരു സ്വർണ്ണപ്പണിക്കാരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ച് അംസത്തിബിനു അബ്ദുൾ മുത്തലിബ് കള്ളു കുടിക്കുന്നുണ്ടായിരുന്നു. കൂടെ പാട്ടുകാരിയായ ഒരു യുവതിയും ഉണ്ടായിരുന്നു. അവൾ തടിച്ചു കൊഴുത്തവർ ആ ഒട്ടങ്ങളെ കണ്ടില്ലയോ ഹംസേ എന്ന് തുടങ്ങുന്ന പദ്യം ചൊല്ലി. അപ്പോൾ ഹംസ അവർ രണ്ടിനടുത്തേക്കും വാളുമായി ചാടി അവയുടെ പൂഞ്ഞ വെട്ടിമുറിച്ചു. അവ രണ്ടിൻ്റെയും നെഞ്ച് പിളർത്തി കരളിൽ നിന്ന് മാംസം എടുത്തു. ഞാൻ ഇബ്നു ശിഹാബിനോട് ചോദിച്ചു, പൂഞ്ഞയിൽ നിന്നോ? അദ്ദേഹം പറഞ്ഞു, അതെ. അദ്ദേഹം അവ രണ്ടിൻ്റെയും പൂഞ്ഞ വെട്ടിമുറിച്ച് അതുമായി പോയി. അലി പറഞ്ഞതായി ഇബ്നു ശിഹാബ് പറഞ്ഞു. എന്നെ നടുക്കിയ ആ കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ നബിയുടെ അരികെ ചെന്ന് വിവരം പറഞ്ഞു. അവിടുത്തെ അരികിൽ സയ്യിദ് ഇബ്നു ഹാരിസയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു. സയ്യിദും കൂടെ ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അങ്ങനെ അദ്ദേഹം ഹംസയുടെ അരികെ കോപത്തോടെ സംസാരിച്ചു. അപ്പോൾ ഹംസ കണ്ണുയർത്തി നോക്കി പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ അടിമകളല്ലാതെ മറ്റു വല്ലരും ആണോ? അപ്പോൾ റസൂൽ അവരിൽ നിന്ന് പുറത്തു പോകുന്നതിനായി പിന്തിരിഞ്ഞു മടങ്ങി. ഇത് കള്ള് നിഷിദ്ധമാക്കുന്നതിന് മുമ്പായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മനസ്സിലായോ? സ്വഹീഹ് മുസ്ലിമിലുള്ളയാ. വാളുമായിട്ട് ചാടി പൂഞ്ഞ വെട്ടി മുറിക്കേണ്ടതൊക്കെ അബ്ദുൾ മുത്തലിബ് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെണ്ണ് അവിടെ ഇരുന്നുകൊണ്ട് ഒരു പാട്ട് പാടിയപ്പോഴത്തേനും ഉടനെ എന്ത് ചെയ്തു? ആ വാളുമായിട്ട് അവർ രണ്ടിൻ്റെ അടുത്തേക്കും, എന്തിനാ ഈ പുല്ലെടുക്കാൻ വേണ്ടി വന്നതല്ലേ, പുല്ല് കയറ്റാൻ വേണ്ടി നേരെ ചാടിയിട്ട് അവയുടെ പൂഞ്ഞ വെട്ടി മുറിച്ചു കളഞ്ഞു. ഇങ്ങനുണ്ട്. ഇനിയോ അടുത്ത ഹദീസില് ഈ വിവരം, ഈ സംഭവം വിവരിക്കുന്നത് അലി ചെന്ന് പരാതി പറയുന്നുണ്ട്. ആ പരാതി എങ്ങനെയാണെന്നറിയോ? എൻ്റെ മുഖത്തെ പ്രയാസം കണ്ട് റസൂൽ ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? ഞാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നത്തേതുപോലെ എനിക്ക് ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എൻ്റെ 2 ഒട്ടകങ്ങളെയും ഹംസ ആക്രമിക്കുകയും അവ രണ്ടിൻ്റെയും പൂഞ്ഞ വെട്ടിമുറിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു വീട്ടിൽ കുടിയന്മാരായ കുറെ ആളുകളുടെ കൂടെയുണ്ട്. അടിച്ച് പിമ്പിരിയായിട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ് ആര്? ഹംസ. എൻ്റെ പൊന്നെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മദ്യം നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കള്ളത്തരം പറഞ്ഞ് എന്തിനു വേണ്ടി ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുക? ഈ നബീദ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ മുഹമ്മദ് കഴിക്കത്തില്ലായിരുന്നോ? കഴിക്കുമായിരുന്നല്ലോ. ഇബ്നു അബ്ബാസ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സ്വഹീഹ് മുസ്ലിമിൽ അത് കിടപ്പുണ്ടല്ലോ. നിങ്ങൾ ഈ കള്ളത്തരം പറഞ്ഞ് എത്ര നാൾ മുമ്പോട്ട് പോകും? കള്ളപ്രവാചകനെ അന്വേഷിച്ച് വന്ന് ലാസ്റ്റ് അൻവറിന്റെ വായിന്ന് കള്ളത്തരം അല്ലാതെ വേറെ ഒന്നും വീഴാത്ത അവസ്ഥയായല്ലോ. നീ ചെറുത് വല്ലതും അടിച്ചിട്ടുണ്ടോ? ഗുരു അടിച്ചു കാണിച്ചതാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ചെറുത് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം.
ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു, നബീദ് രാത്രിയുടെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ദൂതന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. രാവിലെയും അടുത്ത രാത്രിയിലും പിറ്റേന്ന് പകലും അതിനുശേഷം രാത്രി ഉച്ചവരെ അദ്ദേഹം അത് കുടിച്ചിരുന്നു. അതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം അത് തന്റെ ദാസന് നൽകുകയോ ഒഴിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തു. സ്വഹീഹ് മുസ്ലിമിൻ്റെ അകത്തുള്ളതാണ്. നബീദ് എന്ന് പറയുന്ന ഈ സാധനം എന്താണ്? രാവിലെയും അടുത്ത രാത്രിയിലും പിറ്റേന്ന് പകലും അതിനുശേഷം രാത്രി ഉച്ചവരെ അദ്ദേഹം കുടിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ലഹരി വസ്തുക്കളേതും പ്രശ്നമാണ്. ലഹരി വസ്തുക്കളേതും പ്രശ്നമാണ്. അത്രയും പ്രശ്നമുണ്ട്. മദ്യം നിരോധിച്ചു എന്നൊക്കെ നിച്ചോ ട്രൂത്തിന്റെ പുതിയ നായക നടനായ അൻവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ട്രൂപ്പിന്റെ മുതലാളി ചെറുത് അടിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് നോക്കണ്ടേ? ദേ കേട്ടോ, പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനും കള്ളുടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ കണ്ണുക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോൾ പിന്നെ ആതിഥേയൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ പേര് പറഞ്ഞിട്ട്, അക്ബർ സാഹിബിന് കുറച്ച് കള്ള് കൊടുക്കും. ഞാനും ഞെട്ടി, എന്താ സാധനം. അപ്പോൾ നല്ല രസമുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നു, ഞങ്ങളിവിടെ, ഇത് ദ്വീപിലാന്ന് എനിക്ക് ഓർമ്മല്ല, ഞങ്ങളിവിടെ വരുന്ന അതിഥികൾക്ക് സൽക്കരിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ്. ഞങ്ങളതിന് കള്ള് എന്നാ പറയുന്നത്. ഇതെന്താ സംഭവിച്ചാൽ തെങ്ങിൽ നിന്ന് വെട്ടിയെടുത്ത് ഉടനെയുള്ള നമ്മൾ ഇവിടുത്തെ കള്ള് തന്നെ, ഇവിടുത്തെ കള്ളാവുമ്പോൾ 2 ദിവസം കഴിയുമെന്ന് മാത്രം, അത് വെട്ടിയെടുത്ത ഉടനെയുള്ള പാനീയം. നല്ല ടേസ്റ്റാണ്. എൻ്റെ അൻവറേ, പോയി കുടിച്ചെന്നാ പറഞ്ഞത് കള്ള്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയും ലഹരി ഇല്ലാത്തതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഇബ്നു ഉമറിൽ നിന്ന് നബി പറഞ്ഞു, ലഹരി വസ്തുക്കൾ ഏതും മദ്യമാണ്, ലഹരി വസ്തുക്കൾ ഏതും നിഷിദ്ധമാണ്. ആരെങ്കിലും ഇഹത്തിൽ മദ്യപിക്കുകയോ അത് സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ പരലോകത്ത് അവൻ അത് കുടിക്കുകയില്ല. എങ്ങനുണ്ട്? ലഹരി വസ്തുക്കൾ ഏതും മദ്യമാണ്, ലഹരി വസ്തുക്കൾ ഏതും നിഷിദ്ധമാണ്. കാരണം സ്വർഗത്തിൽ ഏറ്റവും നല്ല മുന്തിയ സാധനം കിട്ടും. മദ്യപിക്കുക അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത്, കാരണം മദ്യപിക്കുകയും ലഹരി ഇല്ലാത്ത സാധനം കുടിച്ച് എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ലഹരി ഉള്ളത് മദ്യപിക്കും, അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് അവൻ അത് കുടിക്കല എന്ന് പറയുമ്പോൾ പരലോകത്തുള്ള സാധനം എന്തായിരിക്കും? നദികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, ശരിയല്ലേ? പരലോകത്തിന് സ്വർഗത്തിൽ ചെന്നാലോ, ഓ എൻ്റെ അൻവർക്കാ, എൻ്റെ അമ്മമ്മർക്കാ, ആകെ സൂപ്പറാണ്. ഇതേ ഒന്ന് കേട്ടു നോക്കിയേ സ്വർഗത്തിൽ എന്തായിരിക്കും എന്നുള്ളത്. നല്ല മദ്യം, നല്ല മദ്യം അല്ലാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത്. ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? സ്വർഗത്തിൽ നല്ല 1-ാം തരം മദ്യമുണ്ട് എന്ന് ഖുർആൻ. അവിടെ ചെന്നിട്ട് കുടിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്തൊക്കെയാണ് ഇത്രയും പറഞ്ഞല്ലേ അൻവറെ? അൻവർ ഇത്ര ഇപ്പം എൻ്റെ ഇത് കേട്ടല്ലോ. നിങ്ങളുടെ ട്രൂപ്പിന്റെ ചെയർമാനും പോയി കഴിച്ചു, മുഹമ്മദും ശകലം കഴിച്ചു. കാരണം മുഹമ്മദ് നബി കഴിച്ചത് തന്നെയാണല്ലോ എമ്മ കഴിച്ചത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേന് അൻവറിന് വേറെ എന്തോ പറയണ്ട. പറ, കേക്കട്ടെ അൻവർ. അതായത് മദ്യം ഉപയോഗിച്ചിരുന്ന, അതുപോലെ തന്നെ തിന്മകളിൽ മുഴുങ്ങിക്കിടന്നിരുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരുടെ മുമ്പിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെടിയാൻ, തിന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വെടിയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ശരിയാ. ഇതുപോലെ എല്ലാത്തിനും മതത്തിന്റെ ലൈസൻസ് കൊടുത്ത എളുപ്പവഴിയാക്കിയത് എവിടെയും കാണില്ല, മനസ്സിലായോ?
മതത്തിന്റെ ലൈസൻസ് കൊടുത്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ വ്യഭിചാരത്തിനും മദ്യപാനത്തിൽ നിന്നും എല്ലാം മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മതത്തിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ശരിയല്ലേ? മതത്തിന്റെ ലൈസൻസ് ലഭിക്കുകയാണ്. ആ ലൈസൻസ് ലഭിച്ച അൻവർ ആണെങ്കിൽ അൻവർ എന്താ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ വരുത്തിയ മാറ്റം ഒരു കള്ളപ്രവാചകൻ്റേതാണോ അതല്ല ഒരു സത്യപ്രവാചകൻ്റേതാണോ? അതെ, ചിന്തിക്കാം. ഇവരെയും കൂടി ചിന്തിപ്പിക്കണം. കാരണം വ്യഭിചാരം എന്തെന്ന് പോലും അറിയാത്തൊരു പ്രവാചകൻ, ശരിയാണല്ലോ, പുള്ളിക്ക് വ്യഭിചാരം എന്ന് പറയുന്ന സംഭവമേ അറിയത്തില്ല. ശരിയാണ്, പുള്ളിക്ക് വ്യഭിചാരം എന്ന് പറയുന്ന സംഭവമേ അറിയത്തില്ല. പക്ഷെ അത് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്നൊന്ന് കേട്ടു നോക്കാം. കേട്ടെ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ, അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല അത്. കേട്ടല്ലോ. എൻ്റെ ഒരു സംശയം, ആദ്യം വ്യഭിചാരമാണോ നടന്നത് അതോ ആ ഖുറാന്റെ അകത്തെ ആയത്തിറക്കമാണോ ചെയ്തത്? ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ മാരികത്വമായിട്ടുള്ള വിഷയം. ആരിസ് മദനി പറഞ്ഞിട്ടുണ്ട്, വേറൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഖുറാന്റെ ആയത്തിറങ്ങിയതാണോ ആദ്യം നടന്നത് അതോ മാരിയത്വമായിട്ടുള്ള ലൈംഗിക വീഴ്ചയാണോ ആദ്യമേ നടന്നത്? ഇത് ഞാൻ ഇനി ആരെ നടന്നത്, അരിയാഹാരം കഴിച്ചവരായിട്ടുള്ള ഒരാൾക്ക് ആണല്ലോ ഇത് കാണുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, എന്താണ് ആദ്യം നടന്നത്? ആദ്യം നടന്നത് വ്യഭിചാരമാണോ അതോ ഖുറാന്റെ ആയത്തിറങ്ങിയതാണോ? എന്തൊക്കെയാണ് അൻവറെ ഇറങ്ങിയത്? ഇറങ്ങി, ഇനി പറ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നത്, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കും, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും. അതുകൊണ്ട് അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്നാണ്. അറിഞ്ഞു, ഞങ്ങൾ തിരിച്ചറിഞ്ഞു, വ്യക്തമായി തന്നെ തിരിച്ചറിഞ്ഞു. കള്ളപ്രവാചകൻ ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് പറയാൻ അൻവറെ? ഇതല്ലേ മുഹമ്മദ്? കാരണം പുള്ളി വ്യഭിചരിച്ചു, പുള്ളി മദ്യപാനത്തിനും എല്ലാത്തിനും ഒരു കുഴപ്പമില്ലായിരുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന 15 ജഡത്തിന്റെ പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികൾ മുഴുവനും ചെയ്ത് മുമ്പോട്ട് ജീവിച്ച മനുഷ്യൻ കള്ളപ്രവാചകനാണെന്ന് അൻവർ പിന്നെയും വന്ന് തെളിയിച്ചതിന് നിച്ചോ ട്രൂത്ത് എന്ന തക്കിയ ട്രൂപ്പിനും അതിലെ നായക നടനും അതിന്റെ ചെയർമാനായിരിക്കുന്ന MM അക്ബറിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. നന്ദി പറയാതിരിക്കുന്നത് എങ്ങനെയാ? കാരണം ഉറങ്ങിക്കിടക്ക എന്തെങ്കിലും അടികൊണ്ട് ചതഞ്ഞു കിടക്കുന്ന പാമ്പ നിച്ചോ ട്രൂത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം എന്ന് പറയുന്നത്. ആ ലോകത്തിലുള്ളവർ പിന്നെയും ബൈബിളിനെ ആശ്രയിച്ച് വരിക എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കള്ളപ്രവാചകൻ ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലായി. ഇനി അത് അറിഞ്ഞ സ്ഥിതിക്ക് എന്താണ് അൻവറിന് അവസാനമായിട്ട് പറയാനുള്ളത് ഒന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിൽ യേശുക്രിസ്തു നൽകിയിട്ടുള്ള ആ ഉപദേശങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട്
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം സമൂഹത്തിൽ ഫലം കായ്ച്ചിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആ യേശു പറഞ്ഞ ഉപദേശം മുന്നിൽ വെച്ച് തന്നെ മഹാനായ കള്ളപ്രവാചകൻ ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് തന്നെ എന്ന് മനസ്സിലായി. കാരണം ഫലം കായ്ച്ചത് എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിലാണ്. നല്ലവരായ മനുഷ്യരുടെ ഉള്ളിലേക്ക് അത് കയറുകയല്ല. മുഹമ്മദിൽ നിന്നും ഫലം കായ്ച്ചത് നിങ്ങളുടെ ഉള്ളിലാണ്. എന്നിട്ടും നിങ്ങൾ മുഹമ്മദിനെ പിൻപറ്റാതെ മുമ്പോട്ട് പോവുകയാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏറ്റവും നല്ല ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഉത്തമ മാതൃക ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത് ലോകത്തുള്ള ഏത് മനുഷ്യനും മുഹമ്മദ് ചെയ്തതായിട്ടുള്ള ഒരു കാര്യം പോലും ഈ ലോകത്തുള്ള ഒരു മുസ്ലിമിനും ചെയ്യാൻ സാധ്യമല്ല. ഇനി അഥവാ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും മുഹമ്മദിനേക്കാൾ ധാർമ്മികതയും സമൂഹത്തിൽ മാന്യരുമാണ്. പക്ഷെ മുഹമ്മദിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അൻവർ എന്നല്ല, ഒരു അൻസാരി സുഗരിക്കും ഒരു മുഹമ്മദ് ഈസയ്ക്കും ഒരു MM അക്ബറിനും മുഹമ്മദിനെ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞങ്ങൾക്കൊരു ഉത്തമ മാതൃക വെച്ചിട്ട് പോയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കാൽപാദങ്ങളെ പിന്തുടരുന്ന ഒരു മനുഷ്യൻ ലജ്ജിച്ച് തല താഴ്ത്തി നട്ടല് വളച്ച് നിൽക്കേണ്ട കാര്യമില്ല. നട്ടല് നിവർത്തി തലയുയർത്തി തന്നെ നിന്ന് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ഒരു രക്ഷകനുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു പരിശുദ്ധനായ ദൈവമുണ്ട്, പാപമറിയാത്ത ഒരു ദൈവമുണ്ട്. മനസ്സിലായോ? നിങ്ങളെപ്പോലെ പാപം ചെയ്യാത്തവരെ തള്ളിക്കളഞ്ഞിട്ട് പാപം ചെയ്യുന്നവരെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കള്ളപ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവത്തിൽ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങൾ ഒരു നാൾ ലജ്ജിക്കും എന്നുള്ളതിന് വേറെ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് അൻവറിനോട് പറയണം, അൻവറെ ഇന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ല. ഇന്ന് സുപ്രധാന ദിവസം, ഇന്ന് നല്ല ദിവസം. ഇന്ന് ഇത് അൻവർ കേൾക്കുന്നുണ്ടെങ്കിൽ അൻവറിനെ പോലുള്ളവർ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഞാനൊരു പാപിയാണെന്ന് സ്വയം വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഏറ്റവും നല്ല മാർഗം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അൻവറെ ഇത്രയും എപ്പിസോഡുകൾ ചെയ്തതല്ലേ, ഒരു കാര്യം ചെയ്യും, അൻവർ ഒരു ഒലക്ക മേടിച്ചിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുറച്ച് നാള് ഇതെങ്കിലും ഒന്ന് ചെയ്യ്. ഒന്നുമില്ലെങ്കിൽ എന്തൊക്കെയാളും കള്ളപ്രവാചകനെ കാണിക്കാൻ വേണ്ടി വന്നതല്ലേ, എന്തൊക്കെയുള്ള അത് പൊളിഞ്ഞു. ഇനി ചെയ്യാൻ പറ്റുന്ന പരിപാടി ഒരൊലക്ക് കിട്ടുമോ? കിട്ടുമെന്നുണ്ടെങ്കിൽ നിച്ചോട്ടത്തിലാണേലും ചോദിച്ചിട്ട് ആ ഒലക്കയുമായിട്ട് ഇവരുടെ അടുത്ത് പോവുക. എന്നിട്ട് അവിടെ നിന്ന് ഇതെല്ലാം ചെയ്യുക. അല്ലാതെ വേറൊന്നും എനിക്ക് ഒരു ഉപദേശം പറയാനില്ല. ഇനി അൻവർ ഇനിയും പറയണം, നമുക്ക് പിന്നെയും ഇത്തരം ഇത് മുഹമ്മദ് ആരാണെന്ന് തെളിയിച്ച് തരുവാൻ ദൈവം എന്നെയും സഹായിക്കും. മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അൻവറിനെയും എൻ്റെ ദൈവം കരങ്ങളിൽ വഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം എന്നെയും കരങ്ങളിൽ വഹിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം എൻ്റെ ദൈവം സകലത്തിന്മേൽ സർവശക്തനായ ദൈവമായിരിക്കാൻ, സകലത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായിരിക്കാൻ ആ ജീവനുള്ള ദൈവമായ ക്രിസ്തു അൻവറിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സ്നേഹനിധിയായ ദൈവത്തിലേക്ക് വരിക, കരുണാമയനായ ദൈവത്തിലേക്ക് വരിക. ആ ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.